ധർമ്മജൻ ചേട്ടൻ എങ്ങനെ തോന്നുന്നു ഒരു ഇത് എങ്ങനെ തോന്നുന്നു? ചേട്ടൻ മിമിക്രിയുടെ ഒക്കെ ഒരു ഭയങ്കര ടോപ്പിൽ നിൽക്കുന്ന താരങ്ങളെ അനുകരിച്ച് വന്ന ആളല്ല. കോമഡി സ്കിറ്റുകൾ ചെയ്യുമായിരുന്നു പണ്ട്. പക്ഷെ നമ്മളെക്കാട്ടി മുമ്പിൽ വേറെ ടീമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നിർത്തിക്കളഞ്ഞു. പണ്ട് കരമനരാധൻ, പപ്പു, അത് ഇതൊക്കെ ചേർന്നു. ഞങ്ങളെ എന്താ കാര്യം എന്ന് അറിയാമോ, നമ്മളെ കളിയാക്കും. ഈ ദേമാവൂരുകുമ്പത്ത് എഴുതാനിരിക്കുമല്ലോ, അപ്പോൾ ഒരു ഹോട്ടലിലായിരിക്കും എഴുതാനിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദർശികളുടെ അടുത്ത് കുറച്ച് ചില്ലറ പൈസയൊക്കെ ഉണ്ടാവും. ആരെങ്കിലും പറ്റാത്ത കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോകാനുള്ള പൈസ ഇല്ല പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു. ഏലൂർ ജോർജ് ചേട്ടനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പൈസ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഒരു ബസ് വാങ്ങാനുള്ള കാശുണ്ടോ. അത്രയും ഈ ചെളി കോമഡി പറഞ്ഞിട്ടേ ചില്ലറ പൈസ കൊടുക്കും. ഏറ്റവും കൂടുതൽ മേടിച്ചിട്ടുള്ള ഏലൂർ ജോർജ് ചേട്ടനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, അതിലുള്ള സാധ്യതകൾ അത് ആ ഹ്യൂമറിന് ഭയങ്കര സാധ്യതകളാണ്. എന്താ മാവലുമ്പത്തേക്ക് ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചർച്ചയാ. അപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമല്ലോ. ഈ പറയണത് ഈ കോമഡിക്ക് വേണ്ടി നമ്മളിങ്ങനെ പറയുമ്പോൾ ചിലതല്ല ഒരു 80% ചളിയാവാനുള്ള റെക്കോർഡ് ചെയ്യും. നമ്മൾ റെക്കോർഡ് ചെയ്യും, ടേപ്പ് റെക്കോർഡ് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് പിന്നീട് ചിലപ്പോൾ അത് കുറച്ച് നല്ല സാധനമൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ധർമ്മജൻ ചേട്ടാ, ചേട്ടൻ ഇപ്പം കൂടുതലും ചേട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റോൾസ് എന്ന് പറഞ്ഞാൽ നർമ്മം കലർന്ന ക്യാരക്ടേഴ്സാണ് കൂടുതലായിട്ടും പ്ലേ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ പഴയ കാലത്തെ അതായത് 80s 90s ആ സമയത്തൊക്കെ നർമ്മം ആ ഒരു കാറ്റഗറി പെടുന്ന റോൾസ് ചെയ്തിട്ടുള്ള കലാകാരന്മാർ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ അവർ കൂടുതലും ക്യാരക്ടർ റോൾസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ നെഗറ്റീവ് ഷെയ്ഡ് ഹ്യൂമറിൽ മാത്രം ഒതുങ്ങാതെ വേറെ പല ക്യാരക്ടേഴ്സും അവർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ധർമ്മജൻ ചേട്ടൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നിയിട്ടുണ്ടോ അങ്ങനത്തെ റോളിലോട്ട് സ്വിച്ച് ചെയ്യണം, സിനിമ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു അനിവാര്യത ഉണ്ടെന്ന് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ശ്രദ്ധിച്ചില്ല. 1-2 സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും വലിയ വിജയമായില്ല. ഈ മോളൊരു സിനിമ എടുത്തിട്ട് നല്ലൊരു വേഷം എനിക്ക് തോന്നാം. നല്ല അഭിപ്രായം കിട്ടിയ സിനിമയാണത്. അപ്പൊ അതില് ഗംഭീര പെർഫോമൻസ് ആണ് പറഞ്ഞത്. അത് IFFK വന്നു, അഭിലാഷ് എന്ന് പറഞ്ഞ ഡയറക്ടറുടെ. അപ്പൊ ആ തൊട്ടടുത്ത് എന്തോ ധർമ്മേട്ടൻ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി വിവാദമായിട്ട് നിൽക്കുന്ന സമയത്താണ്. അപ്പൊ എനിക്ക് പേഴ്സണലി അറിയാം, അവിടെ ധർമ്മേട്ടനോട് എനിക്കാണ് വലിയ താല്പര്യമില്ലാന്ന് എൻ്റെ അടുത്ത് ഒരാള് പറഞ്ഞ ആള് പടം കാണാനുണ്ടായിരുന്നു. പടം കഴിഞ്ഞപ്പോ പക്ഷെ അവൻ പൊളിച്ചിട്ടോന്ന് പറഞ്ഞു. അതിന്റെ അപ്പുറത്തേക്ക് ധർമ്മേട്ടൻ നല്ല നടനാണ്, ഇനിയും വലിയ ക്യാരക്ടറുകൾ ചെയ്യും. പക്ഷെ അനുസരണ വേണം. അനുസരണ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആവും. ഈ പറഞ്ഞ വലിയ വലിയ വേഷങ്ങൾ ഇനിയും ചെയ്യും. ഈ പറഞ്ഞിട്ട് കഴിഞ്ഞാല് ഞാനും സംവിധായകനെ അനുസരിക്കില്ലെന്ന് വിചാരിക്കോട്ടാ. ഇല്ലില്ല, അച്ചടക്കോ നീയൊക്കെ പറഞ്ഞ അനുസരിക്കാറുള്ള ആളാണ്. ഇല്ലില്ല, ഞാനും പുള്ളി മറക്കാതെ. ധർമ്മജൻ ചേട്ടൻ എപ്പോഴെങ്കിലും ഈ പ്രത്യക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ ഈ സിനിമയിലുള്ള ചേട്ടന്റെ ഇമേജിനെ എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരാളാണ്. അതിന്റെ പേരിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞാൻ ഒരു നിയമസഭാ ഇലക്ഷന് മത്സരിച്ച ആളാണ്. ഈ എല്ലാ കാര്യങ്ങളോടും ഞാൻ പ്രതികരിക്കാറില്ല, പക്ഷെ വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ട് വേണ്ടത്ര പ്രതികരണം തിരിച്ചു കിട്ടാറില്ലാത്തതുകൊണ്ട് പ്രതികരണം നിർത്തിക്കളഞ്ഞു. ഇതിനെ കുറിച്ച് താങ്കളുടെ പ്രതികരണം എന്താ പറയാമോ, ചില കാര്യങ്ങൾ നമുക്ക് ഈ ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ അമ്മ സംഘടന, ഞാൻ ചെറിയൊരു വിവാദം ഉണ്ടായിക്കോട്ടെ. ചേട്ടാ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ആർക്കൊക്കെയോ വേണ്ടി ഇരിക്കുന്ന ഈ പാവം കുഞ്ഞിനെ വെറുതെ പറഞ്ഞേ എന്നാ വേണ്ട വിട്ടുകളഞ്ഞു. പറഞ്ഞു വന്ന കാര്യം കംപ്ലീറ്റ് ഒരാളെ കൊലക്ക് കൊടുക്കാൻ പോവാ.
നമ്മളിപ്പം ഇപ്പൊ ലൈം ലൈറ്റ് നിൽക്കുന്ന ഏതൊരു മേഖല ആയിക്കോട്ടെ അതിനകത്ത് കോൺട്രവേഴ്സീസ് എന്താണെങ്കിലും അത് വളരെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന വളരെ യൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം പല എന്താ പറയാ ഒരു കോമന്റ്സ് ആണെങ്കിലും പല അഭിമുഖങ്ങളാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതിന് നിങ്ങളുടെ പ്രതികരണം എന്താന്നൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ. അപ്പം അതിന്റെ ഒരു അനിവാര്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് ഞാൻ ഇതിന് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ മലയാള സിനിമയുടെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് എനിക്കിതിനെ പ്രതികരിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് അനിവാര്യം? അല്ല, അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇന്ന് എല്ലാ ദിവസവും പ്രതികരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വിഷയമുള്ള കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഇതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. കാരണം വളരെ അത്യാവശ്യമുള്ള നമ്മൾ പ്രതികരിക്കാൻ ഞങ്ങള് 3 പേരും ഇപ്പൊ എനിക്ക് തോന്നുന്നു 4 അശ്ലീലേറ്റർ എഴുതും. അങ്ങനെ നോക്കുമ്പോൾ 4 പേരും അത്യാവശ്യം എഴുതുന്നവരാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ പ്രതികരണങ്ങളും നമ്മളുടെ റിഫ്ലക്ഷനൊക്കെ നമ്മുടെ സ്ക്രിപ്റ്റിലൂടെയും സിനിമയിലൂടെയും പറയുക എന്നുള്ളതാണ്. കാരണം ഈ പ്രതികരിച്ചെന്ന് വിചാരിച്ചോ ഒരാഴ്ചയിൽ കൂടുതൽ ഇത് നിൽക്കുന്നില്ലല്ലോ. ആ സമയത്ത് എന്ത് കാര്യം വീണ്ടും അടുത്ത പ്രശ്നമായി, വീണ്ടും അടുത്ത് ഇത് തന്നെ എന്താ ഈ പ്രതികരിക്കുക എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ എഴുതിയിടുക എന്നുള്ളതല്ലേ ഉദ്ദേശം? അല്ല, ഞാൻ പറഞ്ഞ ഈ മൊബൈലൊക്കെ വന്നേക്ക് മുമ്പ് നമ്മൾ കോളേജ് പഠിക്കുന്ന ടൈമിൽ എൻ്റെ കോളേജിൻ്റെ തൊട്ടടുത്ത് ഒരു കേരള ടൈംസ് എന്ന് പറഞ്ഞ പത്രം ഉണ്ടായിരുന്നു. അവിടെ വെറുതെ ആണെങ്കിലും റോഡ് മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെറിയ കുറിപ്പുകൾ പണ്ടേ പ്രതികരിക്കും. പിന്നെ ഈ പ്രതികരണം ഈ എടുക്കൂല. നമ്മൾ ചെറിയ ആൾക്കാരാണ്, വലിയ ആൾക്കാരുടെ പ്രതികരണങ്ങളൊക്കെ എടുക്കാറുള്ളൂ. ഞാനങ്ങനെ വലിയ സ്ഥലത്ത് പോയിട്ട് വലിയ പ്രതികരണം ചെയ്തിട്ട് ചെറുതായി പോയിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ പ്രതികരണം നിർത്തിക്കളഞ്ഞു. നല്ല കാര്യമാണ്, വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള പഠിച്ച് കറക്റ്റ്, അല്ലാണ്ട് വെറുതെ പോയി പറഞ്ഞൊന്നുമല്ല, വെറുതെ ആയിരം നാക്കൊണ്ട് പറഞ്ഞൊന്നുമല്ല, കറക്റ്റ് പഠിച്ചിട്ട് ആണ് പറഞ്ഞത്. ഇങ്ങനെ കാര്യങ്ങളുണ്ട്, ഇങ്ങനെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും മൈൻഡ് ചെയ്തില്ല. അപ്പം എൻ്റെ രാഷ്ട്രീയം വേറെയാണ്, അവരുടെ രാഷ്ട്രീയം വേറെയാണ്, എന്നെ കൊച്ചായിട്ട് കാണുന്നു, നമ്മുടെ വാക്ക് വിലക്കെടുക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ ആ സംഭവം വിട്ടു. ഓക്കെ ഓക്കെ. അപ്പം നമ്മളിപ്പം റൈറ്റിങ്സിൻ്റെ കാര്യം കൊണ്ട് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും ബോംചേട്ടനാണെങ്കിലും വിഷ്ണുചേട്ടനാണെങ്കിലും റൈറ്റേഴ്സായിട്ടാണ് സിനിമയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പം ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് മലയാളം സിനിമയിൽ തന്നെ. ബോബി സഞ്ജയ് ആണെങ്കിലും ഇപ്പം ഒരു ഡുവോ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം വരുന്ന ആ സമയത്ത് ഏതെങ്കിലും ആളെ ഒരു റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റോൾ മോഡലായിട്ട് ഒരു ഡുവോയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ മൗനഗുരു എപ്പോഴും സിദ്ദിഖ് ലാൽ സാർ തന്നെയാണ്. അവരുടെ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അവരുടെ ടെംപ്ലേറ്റ്സ് ഉള്ള കഥകൾ തന്നെയാണ് ഞങ്ങൾ. അതായത് നന്നായി ചിരിപ്പിക്കുക, എപ്പോഴെങ്കിലും ഒന്ന് കണ്ണു നനയിക്കുക, വീണ്ടും ചിരിപ്പിച്ചുകൊണ്ട് ആ സിനിമ അവസാനിക്കുക. അവരുടെ സിനിമ കാണാൻ വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ക്രൗഡ്, അത് കഴിഞ്ഞാൽ റാഫി മെക്കാട്ടിൻ എന്ന് പറയുന്ന ആദ്യം അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര, അത് തന്നെയാണ് ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. എനിക്ക് ഈയിടെ ഭയങ്കര കൊതി വന്നു പോയ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ, ഈ ടൂറിസ്റ്റ് ഫാമിലിയിലെ പാറ്റേൺ, അത് ഒന്ന് ഇവിടെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്ന ഐറ്റമാണ്. അതായത് ചിരി കരച്ചിൽ, ചിരി കരച്ചിൽ, ചിരി കരച്ചിൽ. ഇതിൻ്റെ ഇടയിൽ ഈ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകൻ ഇനി അടുത്തത് എന്താണ് വരാൻ പോണേന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതും അങ്ങനെ നോക്കുമ്പോൾ മികച്ചൊരു സസ്പെൻസ് ആണ്. അതിനെന്താ, ഓ ചേട്ടൻ എല്ലാം കരിമീനും ചാളയും ഈ പടത്തിലെന്ന് പറഞ്ഞ് കമ്പോള നിലവാരം മുഴുവൻ എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഇതിന്റെ ഇടയിൽ ഈ പുള്ളിക്കാരൻ പ്രിയദർശന്റെ പോലെ താൻ അതിനെ തന്നെ കുഴപ്പട്ടോ എല്ലാം